ക്ഷേത്ര ട്രസ്റ്റ് യോഗത്തിൻ്റെ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിഷ്ണു തലവൂർ നമ്മളോടൊപ്പമുണ്ട്. വിഷ്ണു, ഇന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ യോഗം നടന്നു. എന്താണ് അവിടുത്തെ തീരുമാനം എന്നത് വാർത്തയായി നമ്മൾ കൊടുത്തു. പക്ഷേ കുറച്ച് സമയം കൂടി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഈ ചർച്ച തുടങ്ങി വെക്കാൻ ആയി റിപ്പോർട്ട് ചെയ്യാനുള്ളത്? വിഷ്ണു. NBC എന്തായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ള പുറത്തു വന്നതിന് പിന്നാലെയുള്ള ഈ ട്രസ്റ്റിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ചേർന്നത്. ഏകദേശം 3.5 മണിക്കൂറിന് മുകളിൽ നീണ്ടുനിന്ന യോഗത്തിൽ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രഷറർ അടക്കമുള്ള ആളുകൾ എന്തായാലും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഈ രണ്ടുപേരുടെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട VHP നേതാവും അതോടൊപ്പം തന്നെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ചമ്പത്ത് റായുടെയും അതോടൊപ്പം തന്നെ അനിൽ മിശ്രയുടെയും രാജി ഇന്ന് ചേർന്ന യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇരുവരും രാജി സമർപ്പിച്ചെന്നും ഖേദം പ്രകടിപ്പിച്ചു എന്നതാണ് ട്രസ്റ്റിൻ്റെ ട്രഷററായിട്ടുള്ള ഗോവിന്ദ ദേവഗിരി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇരുവരും ഖേദപ്രകടനം നടത്തി എന്നതാണ്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഹിന്ദുക്കൾക്കടക്കം ഭക്തർക്കടക്കം മനോവിഷമം ഉണ്ടാക്കി അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ള പുറത്തു വന്ന ആ ഒരു ഘട്ടമെന്ന് തന്നെയാണ് എന്തായാലും ട്രസ്റ്റിൻ്റെ ഉൾപ്പെടെ വിലയിരുത്തൽ. നിലവിൽ ചില നടപടികൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ചമ്പത്ത് റായുടെ രാജി അംഗീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ നിയമിച്ചിട്ടുണ്ട്. അത് കൃഷ്ണമോഹനെയാണ് താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. കൃഷ്ണമോഹൻ മുൻ IFS ഓഫീസറാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഏകകണ്ഠേന ഈ ട്രസ്റ്റ് അംഗമായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ കൃഷ്ണമോഹനെ ട്രസ്റ്റിൻ്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ ചുമതല നൽകി തെരഞ്ഞെടുത്ത ഒരു കാര്യം കൂടി എന്തായാലും ട്രസ്റ്റ് ഈ ഒരു യോഗത്തിന് ശേഷം അറിയിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അയോധ്യയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വസ്തുക്കളാണ് കാണാതെ പോയിട്ടുള്ളത്. അതിൽ തന്നെ സ്വർണം കട്ടികൾ, വെള്ളിക്കട്ടികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഇത്തരത്തിൽ സംഭാവനകൾ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് അടക്കം പ്രദർശിപ്പിക്കും. ഈ സംഭാവനയായി ലഭിച്ച വസ്തുക്കളടക്കം പ്രദർശിപ്പിക്കുമെന്നൊരു കാര്യം കൂടി എന്തായാലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതോടൊപ്പം ആർക്ക് വേണമെങ്കിലും ഈ അവർ നൽകിയ സംഭാവന സംബന്ധിച്ച് ട്രസ്റ്റുമായി ബന്ധപ്പെടാം എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സംഭാവന നൽകിയത് അവിടെ നിന്നും കളവ് പോയിട്ടുണ്ടോ എന്നതടക്കം സംശയമുണ്ടെങ്കിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നൽകാൻ ട്രസ്റ്റ് തയ്യാറാണ് എന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി അടുത്ത 22-ാം തീയതി ട്രസ്റ്റ് വീണ്ടും യോഗം ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിൽ കൃഷ്ണമോഹനെ താൽക്കാലിക ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്, ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ പൂർണ്ണ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക, അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത 22-ന് ചേരുന്ന യോഗത്തിലായിരിക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രത്തോളം വലിയ ആരോപണ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ചമ്പത്ത് റോയ് എന്നിരുന്നാൽ പോലും ഈ ചമ്പത്ത് റോയ്ക്കും അനിൽ മിശ്രയ്ക്കുമെതിരെ ഇതുവരെ FIR ഇടാൻ UP പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇരുവരും ഈ ആരോപണങ്ങളെ തുടർന്നൊക്കെ തന്നെ ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ച സാഹചര്യം ഉണ്ടായിട്ട് പോലും ഓരോ ദിവസവും പല പല വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുവരെ VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ച ഈ ഇരുവർക്കുമെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ UP പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം, വിമർശനം ഇപ്പോഴും ഉയരുന്നുണ്ട്. NBC വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട്, ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകിയിരിക്കുന്നത്.